ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവിൻ്റെ രാമായണ സന്ദേശം. കർക്കിടമാസം വരവായി, എങ്ങും രാമായണ ശീലുകൾ. നമുക്ക് രാമായണം കേട്ട് ആനന്ദിക്കാം, കൂടെ നമുക്ക് രാമായണ സന്ദേശവും കേൾക്കാം. രാമായണ സന്ദേശം കേൾക്കുന്നതിന് മുമ്പേ നമുക്ക് ഭക്ത ഹനുമാനെ കുറിച്ച് ചിലത് പറയാം. ഹനുമാൻ സ്വാമിയെ കുറിച്ചറിഞ്ഞാൽ മനഃശുദ്ധിയും ഭക്തിയും ഈശ്വരീയ ജ്ഞാനവും ലഭിക്കുന്നു. ഹനുമാൻ സ്വാമി പറയുന്നു, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ പാദപത്മധൂളി കൊണ്ട് മനസ്സാകുന്ന കണ്ണാടിയെ നിർമ്മലമാക്കട്ടെ എന്ന്. ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിച്ചാൽ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എത്ര നിഷേധാത്മകമാണെങ്കിലും അത് നമ്മെ ബാധിക്കുന്നില്ല. മാത്രമല്ല, ഗുരു സദാ പ്രകാശം വർഷിക്കുകയും ചെയ്യുന്നു. തൻ്റെ മനസ്സാകുന്ന കണ്ണാടിയിലെ അഴുക്കു വൃത്തിയാക്കാൻ ഗുരുവിൻ്റെ പാദധൂളിക്കായി ഹനുമാൻ സ്വാമി അപേക്ഷിക്കുന്നു. പാദധൂളി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എളിമയോടെ ഗുരുവിനെ സേവിക്കുക. സേവിക്കുക എന്നാൽ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. സേവിക്കുന്നതിലുള്ള പ്രധാന മാർഗം ഗുരുപാദത്തിലിരുന്ന് ഗുരുമൊഴികൾ ശ്രവണം ചെയ്യുക. ശ്രീരാമന്റെ യശസ്സും കീർത്തിയും പരത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഹനുമാന്റെ ഓരോ കർമ്മവും. ഹനുമാൻ സ്വാമിയുടെ ഓരോ കർമ്മത്തിലും ശ്രീരാമൻ നിറഞ്ഞിരിക്കുന്നു. ശ്രീരാമനെ സ്തുതിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയും, ഹനുമാനെ സ്തുതിക്കുമ്പോൾ ശ്രീരാമനും ആനന്ദിക്കുന്നു. നമ്മുടെ ദൗർബല്യങ്ങൾ, ബലഹീനതകൾ, അജ്ഞാനം, അഹങ്കാരം, ആസക്തികൾ, ദ്വേഷം, ഭയം, മറ്റു വികാരങ്ങളായ കാമക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എന്നിവയെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ബലവും അനന്തമായ ബുദ്ധിയും ശക്തിയും വിദ്യയും പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയെ അഭയം പ്രാപിച്ച് ഭഗവത് ദാസന്റെ ഹൃദയം കീഴടക്കി അതിൽ പ്രവേശിച്ചും കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മെ ശ്രീരാമന്റെ നിത്യഭക്തരാക്കാൻ ഹനുമാൻ സ്വാമിക്ക് എളുപ്പത്തിൽ കഴിയും. നമുക്ക് രാമായണത്തിലേക്ക് പോകാം. ഹനുമാൻ സ്വാമി തന്നെയാണ് നമ്മെ രാമായണത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. കർക്കിടമാസം രാമായണ മാസമായി ആചരിക്കുന്ന പതിവ് കേരളത്തിൽ ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി. കാലവർഷക്കെടുതികൾ കാരണം ജനങ്ങൾ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകം. ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാൻ ആവും വിധം ആന്തരിക ശക്തിയെ ഉണർത്തിയെടുക്കുക എന്നതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്. ആത്മശക്തി ഉണർന്നു കഴിഞ്ഞാൽ അവനെ തകർക്കുവാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല. അതിന് സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് രാമായണം. രാമായണത്തിലെ ശ്രേഷ്ഠ കഥാപാത്രങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികൾ ഓർത്താൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന കഷ്ടതകൾ പോലും തുച്ഛമായി തോന്നാം. അതുകൊണ്ട് തന്നെ രാമായണം ഏതു പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ വേണ്ട ആത്മബലം നമുക്ക് നൽകുന്നു. രാമായണ സന്ദേശം നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗുരു ഉപദേശിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പാഠമാക്കാം. രാമായണം വായിക്കുന്നത് എന്തിനാണ് രാമായണം വായിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇളം തലമുറയിൽ നല്ല സംസ്കാരവും മൂല്യങ്ങളും ലഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഗ്രന്ഥമാണ് രാമായണം. നമ്മളിൽ ഭക്തിയും ഈശ്വരപ്രേമവും വളരും. ഏതുപോലെ എന്നാൽ പിന്നെ പാവയ്ക്ക കയക്കും, നെല്ലിക്ക നല്ല പുളിയുള്ളതാണ്. ഇവ രണ്ടും കുറേ നാൾ പഞ്ചസാരയോ ശർക്കരയോ നിറച്ച കുപ്പിയിലിട്ട് വെച്ചാലോ അത് മധുരമായി തീരും. അതിനൊരിക്കലും കയ്പോ പുളിയോ ആയിരുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് മധുര പലഹാരം തിന്നുന്നത് പോലെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അതുപോലെ
സ്വതവേ മലിനമായ നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ മാലിന്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് അത് ശുദ്ധമായി തീരും. ഓടവെള്ളം ഫിൽറ്റർ വെച്ച് ശുദ്ധീകരിച്ച് കുടിക്കാനുള്ള വെള്ളമാക്കുന്നു. ശുദ്ധീകരിക്കാതെ അത് കുടിച്ചു കഴിഞ്ഞാൽ രോഗം ബാധിച്ചു മരിച്ചെന്ന് വരാം. സ്വതവേ മലിനമായ നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ പ്രേമം കൊണ്ട് അത് ശുദ്ധീകരിക്കപ്പെടും. അവിടെ ശാന്തിയും ആനന്ദവും നിറയും. ശരീരശുദ്ധിക്ക് കുളി എത്രമാത്രം ആവശ്യമാണോ അതുപോലെ മനഃശുദ്ധിക്ക് സത്സംഗവും സദ്ഗ്രന്ഥ പാരായണവും അത്യാവശ്യമായി വേണ്ടതാണ്. സദ്ഗ്രന്ഥങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന്, ധർമ്മമേത് അധർമ്മമേത് എന്ന് മനസ്സിലാക്കി കൊടുത്തു ജനങ്ങളിൽ ധാർമ്മിക ബോധവും ധർമാനുഷ്ഠാനവും വളർത്തുന്നവ. 2, ജനങ്ങളിൽ ഈശ്വരഭക്തിയും ആധ്യാത്മിക ബോധവും വളർത്തുന്നവ. 3, ജീവിതാനുഭവങ്ങൾ ഹൃദയസ്പർശിയായി വർണ്ണിക്കുന്നതിലൂടെ ഹൃദയത്തെ ആർദ്രമാക്കി ഉത്തമ മൂല്യങ്ങൾ സദ്ഗുണങ്ങളും ജനങ്ങളിൽ ദൃഢമാക്കുന്നവ. ഈ 3 ലക്ഷണങ്ങളും ഒത്തുചേർന്ന ഉത്തമ ഗ്രന്ഥമാണ് രാമായണം. ജനമനസ്സുകളെയും ഭാരതീയ സംസ്കാരത്തെയും ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം ഇല്ലെന്ന് തന്നെ പറയാം. ഭൂമിയിൽ നദികളും പർവ്വതങ്ങളും ഉള്ള കാലത്തോളം രാമായണം പ്രചരിക്കും എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. പ്രധാന ഒരു ഭാഗത്തെ മാത്രം ആസ്പദമാക്കി നമുക്കൊരു പ്രധാന തത്വം പഠിക്കാം. മമതയാണ് നമ്മുടെ എല്ലാം ദുഃഖത്തിനുള്ള കാരണം എന്നൊരു തത്വം ഗുരു പഠിപ്പിക്കുകയാണ്. രാമായണ കഥയിൽ യഥാർത്ഥ വഴിത്തിരിവ് ആരംഭിക്കുന്നത് ശ്രീരാമന്റെ അഭിഷേകം കൈകേയി മുടക്കുന്നതോടെയാണ്. ജീവിതത്തിൻ്റെ പല പല യാഥാർത്ഥ്യങ്ങൾ കാട്ടിത്തരാൻ ആ സന്ദർഭം ഉപകരിക്കുന്നുണ്ട്. ഒരിക്കൽ ദശരഥൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൈകേയി 2 തവണ താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ ഭർത്താവിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ സന്തുഷ്ടനായ ദശരഥൻ കൈകേയിയോട് 2 വരങ്ങൾ ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. അവ പിന്നീട് ഒരവസരത്തിലാകാം എന്ന് പറഞ്ഞ കൈകേയി രാമന്റെ രാജ്യാഭിഷേകം തീരുമാനിച്ച അവസരത്തിലാണ് ആ വരങ്ങൾ ചോദിക്കുന്നത്. ഭരതനെ രാജാവാക്കണം, രാമനെ 14 വർഷം വനവാസത്തിനയക്കണം. 14 വർഷം വനവാസത്തിനയക്കണം എന്നായിരുന്നു കൈകേയിയുടെ 2 വരങ്ങൾ. കൈകേയി ഇങ്ങനെയുള്ള വരങ്ങൾ ചോദിക്കുമെന്ന് ദശരഥൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൈകേയിയുടെ ആവശ്യം കേട്ടതോടെ ദശരഥൻ തളർന്നു വീണു. ദശരഥന്റെ തളർച്ചയും ദുഃഖവും ഒന്നും കൈകേയിയെ ഒട്ടും ചലിപ്പിച്ചില്ല. തൻ്റെ ആവശ്യത്തിൽ തന്നെ കൈകേയി ഉറച്ചു നിന്നു. ദശരഥന് ഏറ്റവും പ്രിയമുള്ളവനായിരുന്നു രാമൻ. എങ്കിലും അദ്ദേഹത്തിന് കൈകേയിയോടുണ്ടായിരുന്ന ആസക്തിയും തീവ്രമായിരുന്നു. അതുകൊണ്ടാണ് ദശരഥന് അത്രയേറെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. കൈകേയി പിണങ്ങി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം മാനസികമായി തകർന്നു. രാജാവിൻ്റെ നിലയും വിലയും മറന്ന് കൈകേയിയെ സന്തോഷിപ്പിക്കുവാനുള്ള വെപ്രാളത്തിലായിരുന്നു ദശരഥൻ. ന്യൂനം നിനക്കധീനം മമാ ജീവനം എന്നാണല്ലോ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയത്. അതായത് അവരുടെ എന്തിഷ്ടവും സാധിച്ചു കൊടുക്കാമെന്ന് ആദ്യം തന്നെ അദ്ദേഹം വരം നൽകിയിരുന്നു. എന്നാൽ കൈകേയി ചോദിച്ച വരങ്ങൾ ഭരതനെ രാജാവാക്കണം, രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം എന്ന വരങ്ങൾ ദശരഥന് ഒരിക്കലും താങ്ങാനാവാത്തതായിരുന്നു. അപ്പോഴേ നിങ്ങളുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ, രാമൻ വനത്തിന് പോകണമെന്നുണ്ടോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. കൈകേയിയോടുള്ള മമത കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ദുഃഖമായി തീർന്നു. ഭർത്താവ് അനുഭവിക്കുന്ന ദുസ്സഹമായ വേദനയൊന്നും കൈകേയിയെ സ്പർശിച്ചതേയില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന കൈകേയിയാണ് തൻ്റെ ഭർത്താവിനെ ഒരിക്കലും സഹിക്കാനാവാതെ 2 വരങ്ങൾ ആവശ്യപ്പെടുന്നത്.
ഇപ്പോൾ സ്നേഹം എവിടെ പോയി? ഇതിനർത്ഥം ഏതൊരു ലൗകിക സ്നേഹവും നിസ്വാർത്ഥമല്ല എന്നതാണ്. അതിനു പിന്നിൽ സ്വാർത്ഥതയുണ്ട്. ലോകത്തിൽ കാണുന്ന എല്ലാ സ്നേഹത്തിൻ്റെയും സ്വഭാവം ഇതാണ്. സ്വന്തം സുഖത്തിനും സ്ഥാനത്തിനും കോട്ടം വരുമെന്നു കണ്ടാൽ പിന്നെ എല്ലാ സ്നേഹവും അതോടെ ഇല്ലാതാകും. ഭർത്താവിനോട് ഇഷ്ടമുള്ള ആളായിരുന്നു കൈകേയി. അതേസമയം കൈകേയിക്ക് രാമനോട് വളരെ പ്രിയമായിരുന്നു. തൻ്റെ മകനെ പോലെ രാമനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ രാമൻ രാജാവായാൽ രാജമാതാവാകാൻ പോകുന്നത് കൗസല്യാണെന്നും അപ്പോൾ തനിക്കും തൻ്റെ മകനും നിലവിലുള്ള സ്ഥാനം നഷ്ടമാകും എന്നുമുള്ള ഭയം വന്നപ്പോൾ എല്ലാ ധാർമ്മിക മര്യാദകളെയും ഉപേക്ഷിക്കാൻ കൈകേയി തയ്യാറായി. ഭർത്താവ് അനുഭവിക്കുന്ന ദുസ്സഹമായ വേദനയൊന്നും അപ്പോൾ കൈകേയിയെ സ്പർശിച്ചതേയില്ല. കാൽക്കൽ വീണ് നിലവിളിക്കുന്ന ദശരഥന്റെ യാചനകൾ നിഷ്കരുണം കൈകേയി തള്ളിക്കളഞ്ഞു. കൈകേയി ആദ്യം തന്നെ ശ്രീരാമന്റെ അഭിഷേക കാര്യം അറിയിച്ചില്ല എന്ന തെറ്റ് ദശരഥന് പറ്റിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് കൈകേയി വിവരം അറിയുന്നത്. രാജാവിൻ്റെ ഇഷ്ടപത്നി എന്ന് അഭിമാനിച്ചിരുന്ന കൈകേയിക്ക് അതെങ്ങനെ താങ്ങാൻ കഴിയും? ഭരതനെ ശരിയായി മനസ്സിലാക്കാനും ദശരഥന് കഴിഞ്ഞില്ല. ഭരതൻ എത്തുന്നതിന് മുമ്പ് തന്നെ രാമന്റെ പട്ടാഭിഷേകം നടത്തണമെന്ന് ദശരഥൻ ചിന്തിച്ചു. ഭരതൻ കൊട്ടാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ പട്ടാഭിഷേകവും നടക്കുമായിരുന്നു. രാമനോടുള്ള ഭക്തിയിലും ആദർശനിഷ്ഠയിലും ഒരിക്കലും ഇടറാത ആളായിരുന്നു ഭരതൻ. കൈകേയി പിണങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദശരഥൻ ആകെ തളർന്നുപോയി. ബുദ്ധി പ്രവർത്തിക്കാതെയായി. അനേകം വിദ്വാൻമാർ ഉണ്ടായിരുന്ന രാജ്യസഭ കൂടിയാണ് രാമന്റെ പട്ടാഭിഷേകം തീരുമാനിച്ചത്. അത് നാട്ടിൽ പ്രഖ്യാപിക്കുകയും ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. രാജസഭയുടെ തീരുമാനം തിരുത്താൻ രാജാവിന് അധികാരമില്ല. അങ്ങനെ നോക്കുമ്പോൾ കൈകേയി വരം ചോദിക്കാൻ വൈകിപ്പോയതായി കാണാം. കൈകേയിയുടെ ആവശ്യം അധാർമികമാണ് എന്ന് ദശരഥന് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ബുദ്ധി മരവിച്ച ദശരഥന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പത്നിയോടുള്ള സ്നേഹത്തിനും രാമനോടുള്ള സ്നേഹത്തിനുമിടയിൽ ദശരഥൻ നീറുകയായിരുന്നു. അതിൻ്റെ നടുക്കു കിടന്നു വല്ലാതെ ദുഃഖിക്കുകയായിരുന്നു. എന്ത് ചെയ്യാം എന്നറിയാതെ, ഏതു വഴി പോകണമെന്നറിയാതെ നാൽക്കവലയിൽ നിൽക്കുന്നത് പോലെ അകവും പുറവും തളർന്ന് കരയ്ക്ക് കിടയ്ക്കുന്ന മത്സ്യം വെള്ളത്തിലേക്ക് പോകാൻ പിടയുന്നത് പോലെ ദശരഥന്റെ മനസ്സ് പിടയുകയായിരുന്നു. എന്നാൽ എപ്പോഴും ഉള്ളിൽ രാമനോടുള്ള സ്നേഹത്തിനായിരുന്നു തീവ്രത കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനാൽ രാമനെ ചിന്തിച്ചു തന്നെ പ്രാണൻ വെടിഞ്ഞു. ഒരർത്ഥത്തിൽ ദശരഥൻ സുഹൃതിയാണ്. കാരണം രാമനോട് തന്നെ ലയിച്ചു ചേർന്നല്ലോ. രാമ 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 എന്ന് വിളിച്ചു തന്നെ പ്രാണൻ പോകുകയായിരുന്നു. രാമനോടൊഴികെ സർവ്വതിനോടുമുള്ള മമതാബന്ധം നഷ്ടമായി. രാമനിൽ പൂർണ്ണ പ്രേമം വന്നു. പിന്നെ രാമൻ മാത്രമായിരുന്നു മനസ്സ്. രാമനെ മാത്രം ഓർത്തു വിലപിച്ച് രാമനിൽ ലയിച്ചു ചേരാൻ ദശരഥന് കഴിഞ്ഞു. അവിചാരിതമായി വന്നു ചേർന്ന സാഹചര്യം ഭൗതിക ലക്ഷ്യങ്ങളിൽ നിന്ന് ദശരഥന്റെ മനസ്സിനെ രാമനിലേക്ക് എത്തിച്ചു. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടാനുള്ള നിമിത്തമായി തീർന്നാൽ ആ പ്രശ്നം ഒരനുഗ്രഹം തന്നെയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. രാമന്റെ അഭിഷേകം മുടങ്ങിയതോടെ അയോധ്യയുടെ അന്തരീക്ഷം കലുഷമായി. ജനങ്ങളുടെ മനസ്സും കലുഷമായി. കൗസല്യയും സുമിത്രയും ദുഃഖഭാരം കൊണ്ട് തളർന്നു. ലക്ഷ്മണൻ കോപത്താൽ ജ്വലിച്ചു. മന്ത്രിമാരും പൗരജനങ്ങളും ദുഃഖിച്ചു. എല്ലാവരുടെയും മനസ്സ് കലുഷമായിരിക്കുന്ന സമയത്ത് രാമൻ മാത്രം ശാന്തമായ സമുദ്രം പോലെ സാക്ഷിഭാവത്തിൽ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടു നിന്നു. യാതൊരു ഭാവഭേദവും രാമന്റെ മുഖത്ത് കാണാനായില്ല. നയവും വിനയവും കൊണ്ട് കഴിയുന്നത്ര ശാന്തിയും താളലയവും അവിടെ കൊണ്ടുവരാൻ രാമൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഭരതൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാമൻ വനവാസത്തിനു പോയി കഴിഞ്ഞിരുന്നു.
എന്നാൽ സ്വന്തം അമ്മയുടെ പ്രവൃത്തി ധർമ്മരോഷം പൂണ്ട് ജ്വലിച്ചും കൊണ്ട് വനത്തിൽ വന്നു തന്നെ കണ്ട ഭരതനെ രാമൻ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഭരതൻ എത്ര കേണപേക്ഷിച്ചിട്ടും രാജ്യം സ്വീകരിക്കാൻ രാമൻ തയ്യാറായില്ല. ആ സഹോദരന്മാരുടെ പരസ്പര സ്നേഹവും വിവേകവും ത്യാഗവും കണ്ടാൽ ആരുടെ കണ്ണുകളും ഈറഞ്ഞണിഞ്ഞു പോകും. ഭരതനോട് രാമൻ കർക്കശമായി പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്: ഒരു കാരണവശാലും കൈകേയി മാതാവിനെ വിഷമിപ്പിക്കരുത്. അമ്മ എന്ന നിലയിൽ എല്ലാ ആദരവും നീ അവർക്ക് നൽകണം. അതാണ് രാമൻ്റെ വിശാലത. അറിവുകേടും അഹങ്കാരവും ക്ഷമിക്കുവാൻ രാമൻ എപ്പോഴും സന്നദ്ധനായിരുന്നു. ദശരഥന് കൈകേയിയോടുള്ള മമത കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ദുഃഖമയമായി തീർന്നു. മമതയോടുള്ള സ്നേഹം നമ്മെ ദുഃഖത്തിൽ മാത്രമേ എത്തിക്കുകയുള്ളൂ. ബാഹ്യമായ സ്നേഹങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വസ്തുവിൻ്റെ പിന്നിലാണ്. അവിടെ നിസ്വാർത്ഥമായ സ്നേഹമില്ല. പശുവിനെ സ്നേഹിക്കുന്നത് പാലിനു വേണ്ടിയാണ്. പാലു കിട്ടാതെ പശുവിനെ ആരാണ് തീറ്റിപ്പോറ്റുന്നത്? പാലു കിട്ടിയില്ലെങ്കിൽ പശുവിനെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നു. ഏതൊരു ലൗകിക സ്നേഹത്തിനും പിന്നിലും സ്വാർത്ഥതയുണ്ട്. അതിന് തടസ്സം വന്നാൽ സ്നേഹം വിദ്വേഷമായി മാറാൻ അധിക നേരം വേണ്ട. അപ്പോൾ നീയില്ലെങ്കിൽ എനിക്കും ജീവിതമില്ല എന്ന് പറഞ്ഞയാൾ തന്നെ നീ ചത്താലേ എനിക്ക് ജീവിതമുള്ളൂ എന്ന് പറയും. ഇതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ടതും എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. നമഃ ശിവായ, നമഃ ശിവായ.